ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ, എസ്പെഷ്യലി കഴിഞ്ഞ വർഷം തൊട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. കുറേ വർഷം മുന്നേ അങ്ങനെയായിരുന്നു, പിന്നെ കുറച്ച് കാലം ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും എന്താണ് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഈ കോർ പേപ്പേഴ്സിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ അത്തരത്തിൽ കുറച്ചൊരു ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നെക്സ്റ്റ്, 95% ഹാവ് ഇൻകം എക്സീഡിങ് 6,680. അതായത് ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇവിടെ കുറച്ച് ആൾക്കാരുടെ സാലറി എത്ര ശതമാനം? 95% ആൾക്കാരുടെ സാലറി എന്ന് പറയുന്നത് എന്താണ്? അത് 6,680 കൂടുതലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? പ്രോബബിലിറ്റി എന്താണ്? 0.95 ആണ് എന്ത് വരുന്നത്? 6,680 കൂടുതൽ സാലറി വാങ്ങുന്നത്. ഒരുപാട് ആൾക്കാർ എന്താണ് ആ സാലറി ആണ് വാങ്ങുന്നത്. ഇനി ഇതാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 5% ഹാവ് ഇൻകം എക്സീഡിങ് 8,320. അപ്പം 5% ആളുകൾക്ക് എത്രയാണ് സാലറി വരുന്നത്? സാലറി എക്സീഡ് ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ വരുന്നത് 8,320 ആണ്. എത്ര ശതമാനം ആളുകൾക്ക്? വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്, 5% ആണ്. അപ്പോൾ 0.05 ആണെന്ന് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സിനെ എങ്ങനെ സെഡ് ആക്കി മാറ്റാം? സെഡ് ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാം. ഈ രണ്ട് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇനി സെഡ് ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സെഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആണ്. കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താ? മീൻ മ്യൂ കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കാണണം. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലും അത്ര ഫെമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇത് എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്രിസ്മസ് എക്സാമിന് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇവിടെ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആണെന്ന് സെഡ് ആക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് മ്യൂ നമുക്കറിയില്ല, അപ്പം മ്യൂ തന്നെ ഇരിക്കട്ടെ. 6,680 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. അതെന്താണ്? 0.95 ആണ്. ഇപ്പം എന്തായത്? ഇത് സെഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് വരുന്നത്? 6,680 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ 0.95. ഈ ഒരു ടേമിനെ Z1 എന്ന് ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫിഗർ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ വാല്യൂ എന്താണ് വന്നിരിക്കുന്നത്? 0.95 എന്നാണ് വന്നിട്ടുള്ളത്. 0.95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം എന്താണ് ഇതിൽ വരുന്നുണ്ട്, ഒരു ഭൂരിഭാഗം ഇതിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ Z എന്താണ്? ഗ്രേറ്റർ ദാൻ Z1. ഈ Z എന്ന് പറയുന്ന ആൾ എവിടെ ആയിരിക്കണം? ഇവിടെ Z1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കണം. എന്നാലാണ് എന്ത് പ്രോബബിലിറ്റി 0.5-നെക്കാട്ടും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം അറിയണമെങ്കിൽ എന്തറിയണം? ആ സെഡിൻ്റെ ഫിഗേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് നമ്മളുടെ റിക്വയർഡ് ഏരിയ ആയിട്ട് വരുന്നത്. അതിലൊരു ഹാഫ് പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? 0.5 ആണ്. അതിനെക്കാട്ടിലും കുറച്ച് എന്തോ കൂടെ കൂടുതൽ വന്നതുകൊണ്ടാണ് ഇവിടെ 0.95 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. സോ ഇവിടെ ഈ ഒരു ഭാഗം എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? 0.5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 6,680 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ 0.95 ആണ്. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? ഇവിടെ 0.5 ഉണ്ട്, പ്ലസ് ഈ ഒരു ചെറിയ ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? 0.95 എന്ന് കിട്ടുന്നത്. ഇനി ഈ 0.5-നെ ഞാൻ അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 6,680 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ 0.95 മൈനസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.45 നമുക്ക് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, പ്രോബബിലിറ്റി കിട്ടിയിട്ട് അതിൽ നിന്ന് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിലെ ടോപ്പിക്കായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ടേബിൾ എടുക്കുന്നു. ടേബിളിൽ എവിടെയാണ് 0.45 എന്നുള്ള വാല്യൂ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
0.45 എന്ന് പറയുന്നത്. നമ്മൾ ഈ ബോഡി ഈ ഒരു പോർഷനിലാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഈ ഒരു പോർഷനിൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0.45 ഇതാ നിയർലി ഇതാ 0.4495. അപ്പം എന്താ 0.45 ആയിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ? ഞാൻ ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്ക് ലൈൻസ് ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉത്തരം വരുന്നത്? 1.6ഉം 0.04ഉം. അപ്പോൾ 1.6 പ്ലസ് 0.04 1.64 ആണെന്ത് ആ Z1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് Z1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വരുന്നത്? 1.64 എന്നാണ് വരുന്നത്. അതായത് ഇവിടെ Z1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.64 ആണ്. ആ സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്? 6680 മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് നിൽക്കുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ സിഗ്മയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ എന്ത് വരും? അവിടെ 1.64 സിഗ്മ എന്ന് കിട്ടും. ഇനി മൈനസ് 1.64 ആണോ പ്ലസ് 1.64 ആണോ അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ 0ൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ എന്താ പോസിറ്റീവ് വാല്യൂസ് ആണ്, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ എന്താണ് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ വാല്യൂ സത്യത്തിൽ വരുന്നത് മൈനസ് 1.64 എന്നാണ്. അപ്പോൾ ഇവിടെ മൈനസ് 1.64 ഇസ് ഈക്വൽ ടു 6680. ഈ മൈനസ് മ്യൂവിനെ കൂടെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് വരും? മ്യൂ മൈനസ് 1.64 സിഗ്മ ഇസ് ഈക്വൽ ടു 6680. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടും? ഇയാളിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. ഈ ഒരു ചോദ്യം എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ഒരു Z ട്രാൻസ്ഫോർമേഷനിലേക്ക് കടക്കുകയാണ്. അടുത്ത ആളെ ട്രാൻസ്ഫോർമേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വരും? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ 8320 മൈനസ് മ്യൂ ബൈ സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 ആണ്. അപ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 8320 മൈനസ് മ്യൂ ബൈ സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറുതാണ് അല്ലേ, ചെറിയ വാല്യൂ ആണ് വന്നിട്ടുള്ളത്. Z എന്താണ്? ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളുടെ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മളുടെ Z വാല്യൂ വരേണ്ടത്? Z വാല്യൂ ഇവിടെ ആയിട്ടാണ് വരേണ്ടത്, നമ്മളെ Z1ൻ്റെ വാല്യൂ. കാരണം എന്താണ്? ചെറിയൊരു പോർഷൻ മാത്രമാണ് എന്ത് നമ്മൾക്ക് പ്രോബബിലിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എത്രയാണ്? 0.05 ആണ് നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളെ ഫിഗർ വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഈ ഒരു പോർഷൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 0.5ൽ നിന്ന് ഈ ഒരു പോർഷൻ മൈനസ് ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? ബാക്കി നമ്മൾ റിക്വയർഡ് ഏരിയ ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ ഷെയ്ഡഡ് പോർഷൻ കിട്ടും. പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 8320 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 എന്ന് കിട്ടും. ഇനി ഈ 0.5 അവിടെ വെക്കുന്നു. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ടേമിന് ഓപ്പോസിറ്റ് സൈഡിൽ എടുക്കുകയാണ്. ആൻഡ് 0.05 ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ജസ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ടേംസിനെ എന്താണ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? 0.5 മൈനസ് 0.05 എന്ന് കിട്ടും. ഇവിടെ പ്ലസ് ആണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആയി. ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആകും. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 8320 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടെ എന്താണ് വാല്യൂ വരുന്നുണ്ടായിരിക്കുക? ദിസ് ഈസ് ഈക്വൽ ടു 0.45 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി എവിടെയാണ് വരുന്നത്? ഇപ്പോൾ 0.45 എവിടെയാണ് കിട്ടുന്നത്? 1.64ലാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം 1.64 എവിടെയാണ്? 0ൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇപ്പോൾ 1.64 പോസിറ്റീവ് വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ Z1 എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് 1.64 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ആ Z1ൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ആ Z വാല്യൂ എന്ന് പറഞ്ഞാൽ 8320 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എന്താണ്? സിഗ്മയാണ്. സോ ഇവിടെ ഈ ഇക്വേഷൻ ഈ രണ്ടാൾക്കാരൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് വരും? 1.64 സിഗ്മ എന്ന് കിട്ടും. ഇനി മൈനസ് മ്യൂ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ്? പ്ലസ് മ്യൂ എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8320. ഇപ്പോൾ എന്ത് കിട്ടി? സെക്കൻഡ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? മ്യൂവിൻ്റെ വാല്യൂ കിട്ടും, സിഗ്മയുടെ വാല്യൂ കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എവിടെ എന്താണ് വന്നിട്ടുള്ളത്? മ്യൂ മൈനസ് 1.64 സിഗ്മ mu minus 1.64 sigma is equal to 6680 and
എന്ത് വേണം, ഈ ഒരു ടേമും കൂടെ വേണം. നമ്മൾ ഈ ഒരു ടേമും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒന്നെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മൈനസ് ചെയ്യാം. ഞാനിവിടെ ആഡ് ആണ് ചെയ്യുന്നത്. ഞാൻ ഈ രണ്ടാൾക്കാരെയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ മ്യൂ പ്ലസ് മ്യൂ എന്ത് കിട്ടും, 2μ എന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ടേം എന്തായി 1.64 മൈനസ് 1.64. അപ്പോൾ സിഗ്മ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അതെന്താ 0 ആയിട്ടുണ്ട്. ഇനി എന്ത് വരും, ദിസ് ഇസ് ഈക്വൽ ടു ഈ രണ്ടാൾക്കാരെയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 15,000 എന്നാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. എത്രയാണ്, 15,000 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 15,000 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7,500 എന്നാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. മ്യൂവിൻ്റെ വാല്യൂ കിട്ടി, എത്രയാണ്, 7,500. മീൻ വാല്യൂ കിട്ടിയില്ലേ. ദെർഫോർ നമ്മളുടെ മീൻ വാല്യൂ ഇസ് ഈക്വൽ ടു 7,500. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് എന്താണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഇക്വേഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും, 7,500 ഇക്വേഷൻ എന്നാൽ മ്യൂ പ്ലസ് 1.64 സിഗ്മ എന്ന് പറഞ്ഞാൽ 8,320 ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 7,500 ആണെന്ന് അറിയാം. അപ്പോൾ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 7,500 പ്ലസ് 1.64 സിഗ്മ 8,320. സോ എന്ത് വരും, 1.64 സിഗ്മ ഇസ് ഈക്വൽ ടു 8,320 മൈനസ് 7,500 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 820 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, 820 ഡിവൈഡഡ് ബൈ 1.64 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 എന്ന ആൻസർ ആയിട്ട് കിട്ടും. ദെർഫോർ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 500 ആണ്. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ മീനും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മീൻ നമുക്ക് കിട്ടി എത്രയാണ്, 7,500 ആണെന്ന് കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 500 ആണ്. സോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ കോൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമായിരുന്നു. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടഫായി കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക, എക്സാംസ് അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.